ഹലോ എവ്രി വൺ വെൽക്കം ടു ദിസ് വീഡിയോ. ഞാൻ തയ്യാറാക്കിയ വേർഡ് മാസ്റ്ററി ഇൻ 30 വീക്സ് എന്ന് പറയുന്ന പുസ്തകത്തെ സംബന്ധിച്ച് പല ആളുകൾക്കും ചില സംശയങ്ങളുണ്ട്. വളരെ ചുരുക്കി ഞാനത് പറയാം. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു ഇംഗ്ലീഷ് ന്യൂസ് ചാനൽ കേൾക്കുമ്പോൾ അതിലെ വാർത്തകൾ മനസ്സിലാവാത്ത ഒരു പ്രശ്നമുണ്ടോ? അതല്ലെങ്കിൽ ഇംഗ്ലീഷിലൊരു ഇന്റർവ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം, എസ്പെഷ്യലി നേറ്റീവ് സ്പീക്കേഴ്സ് സംസാരിക്കുന്ന ഒരു പരിപാടി അല്ലെങ്കിൽ അവരുമായി സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവാത്ത പ്രോബ്ലം ഉണ്ടോ? അതിനേക്കാൾ ഉപരി ഒരു വേദിയിൽ വെച്ച് എന്തെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് 4 വാക്ക് സംസാരിക്കണമെങ്കിൽ പറ്റാത്ത ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടോ? അതുമല്ലെങ്കിൽ നിങ്ങൾ പണം കൊടുത്തു വാങ്ങിയ ഒരു പുസ്തകം അല്ലെങ്കിൽ എല്ലാ ദിവസവും വാർത്തകൾ വായിക്കാൻ വേണ്ടി നിങ്ങളുടെ മുമ്പിലെത്തുന്ന ഇംഗ്ലീഷ് പത്രങ്ങൾ, ഇതൊക്കെ വായിക്കുമ്പോൾ അത് മനസ്സിലാവാത്ത പ്രോബ്ലം നിങ്ങൾക്കുണ്ടോ? ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ആർഗ്യൂ ചെയ്യാൻ പറ്റാത്ത പ്രശ്നം ഉണ്ടോ? ഞാൻ കുറച്ച് പ്രശ്നങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ ഒരു സംശയം വേണ്ട. വേർഡ് മാസ്റ്ററി ഇൻ 30 വീക്സ് എന്ന് പറയുന്ന ഈ പ്രാക്ടീസ് മാനുവൽ നിങ്ങൾക്ക് വളരെ അത്യാവശ്യമുള്ള ഒരു സഹായിയായിരിക്കും. നമ്മൾ വായിക്കുന്ന ഇംഗ്ലീഷ് ദിനപത്രം എന്ന് പറയുന്ന മാധ്യമം സാധാരണക്കാരന് വേണ്ടി എഴുതപ്പെടുന്ന മാധ്യമമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്ത് ഉപയോഗിക്കുന്ന ഭാഷയും സാധാരണക്കാരൻ്റെതായിരിക്കണം. എന്നിട്ടും ഒരു ന്യൂസ് പേപ്പർ അത് വായിച്ചിട്ട് അതിൻ്റെ വാർത്തകൾ നമുക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം സാധാരണക്കാരൻ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്കറിയില്ല എന്നുള്ളതാണ്. ഇംഗ്ലീഷിനെ ഏറ്റവും മനോഹരമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു വേദിയിൽ വെച്ച് ഒരാളോട് ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ, ഒരു വിഷയത്തെക്കുറിച്ച് ആർഗ്യൂ ചെയ്യണമെങ്കിൽ, നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന ഒരു ആശയം വളരെ ക്രിയാത്മകമായിട്ട് ഒരാളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ലാംഗ്വേജ് അത് ബേസിക് ഇംഗ്ലീഷ് അല്ല, അഡ്വാൻസ്ഡ് ഇംഗ്ലീഷും എന്ന് ഞാൻ പറയില്ല. അതിനിടയിൽ ഇതിനെ വേറൊരു രൂപത്തിൽ വിളിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ട ലാംഗ്വേജ് എന്ന് പറയുന്നത് ജേർണലിസ്റ്റിക് ആൻഡ് ലിറ്റററി ലാംഗ്വേജ്. ജേർണലിസ്റ്റിക് ആൻഡ് ലിറ്റററി ഇംഗ്ലീഷ് അല്ലെങ്കിൽ ജേർണലിസ്റ്റിക് ആൻഡ് ലിറ്റററി വൊക്കാബുലറി എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ് ജേർണലിസ്റ്റിക് ആൻഡ് ലിറ്റററി ഇംഗ്ലീഷ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ പുസ്തകം ആവശ്യമാണെങ്കിൽ ഇപ്പോൾ അത് ലഭ്യമാണ്. അതിനെക്കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും അറിയാൻ 9037990442 എന്ന് പറയുന്ന നമ്പറിലേക്ക് ഇംഗ്ലീഷ് മാസ്റ്റർ എന്നൊരു വാട്സപ്പ് ചെയ്താൽ മതി. ഒരു ബെസ്റ്റ് സെല്ലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ബുക്കാണ്. ഞാൻ ഒരുപാട് കാലം എഫേർട്ട് ഇട്ടുകൊണ്ട് ഞാൻ ആഗ്രഹിച്ച് തയ്യാറാക്കിയ ഒരു പുസ്തകമാണ്. ഞാൻ നേരത്തെ ജേർണലിസം ഫീൽഡ് ഉണ്ടായിരുന്ന ഒരാളാണ്. ഞാൻ ജേർണലിസം പഠിക്കുന്ന സമയത്ത് എനിക്ക് ഇംഗ്ലീഷ് ജേർണലിസത്തോടാണ് താല്പര്യം. അക്കാലത്ത് എങ്ങനെയാണ് ഈ വലിയ ജേർണലിസ്റ്റുകൾ BBC-യിലോ അല്ലെങ്കിൽ CNN, IBN-ലൊക്കെയുള്ള ജേർണലിസ്റ്റുകൾ എങ്ങനെയാണ് അവരുടെ ഭാഷ, വളരെ പെട്ടെന്ന് തന്നെ പുസ്തകം ആവശ്യമുള്ള ആൾക്കാർ രജിസ്റ്റേർഡ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ ഈ പുസ്തകം എത്തും. പോസ്റ്റൽ സൗജന്യമാണ് ഇന്ത്യയിലെവിടെയും. നിങ്ങളത് വാങ്ങിക്കുക, ഉപയോഗിക്കുക, സൂക്ഷിച്ചു വെക്കുക. കാരണം ഹാർഡ് ബൗണ്ട് ആയിട്ട് തയ്യാറാക്കിയിട്ട് നല്ല കിടിലൻ പുസ്തകമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിലും ഇത് സൂക്ഷിച്ചു വെക്കാം. നിങ്ങൾ വരുന്ന തലമുറയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും.